സാർ ഒരൊറ്റ കാര്യം പറയുന്നുള്ളൂ, വേറെ ഒന്നും പറയില്ല. മങ്കട ആശുപത്രി പഴയ ആശുപത്രിയാണ്, താലൂക്ക് ആശുപത്രിയായിട്ട് ഉയർത്തിയിട്ടുണ്ട്. പക്ഷേ അതിന്റെ സ്റ്റാഫ് പാറ്റേൺ ഇതുവരെ അനുവദിച്ചില്ല. കഴിഞ്ഞ 10 വർഷമായിട്ട് ഞങ്ങൾ പറയാൻ നടത്തിയിരുന്നു. ദയവ് ചെയ്ത് അത് അനുവദിച്ചു തരണം. നമുക്കൊരു വീടുണ്ടാകുക എന്നത് നമ്മുടെ എല്ലാവരുടെയും സ്വപ്നവും സന്തോഷവുമാണ്. പക്ഷേ മങ്കട മണ്ഡലത്തിലെ എല്ലാ കോൺഗ്രസ്സുകാർക്കും കൂടി ഒരു വീടുണ്ടാകുക എന്ന് പറയുന്നത് അതിനേക്കാളും വലിയ സന്തോഷമാണ്. മനോഹരമായ ഒരു ഓഫീസ് മന്ദിരം നമുക്ക് കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റിക്ക് ഇവിടെ ഉണ്ടായിരിക്കുകയാണ്. ആ സന്തോഷത്തിൽ പങ്കുചേരാൻ കഴിഞ്ഞതിൽ ഞാൻ വളരെയധികം ആഹ്ലാദിക്കുന്നു. മങ്കട ഒരുപാട് പാരമ്പര്യമുള്ള ഒരു സ്ഥലമാണ്, ഒരുപാട് സവിശേഷതകളുള്ള ഒരു സ്ഥലമാണ്. ഒറ്റപ്പാലത്തിൻ്റെയും പെരിന്തൽമണ്ണയുടെയും എല്ലാം ഒരു സാഹിത്യവാസനയും ഭാഷയുടെ പ്രത്യേകതയും സാംസ്കാരികമായ തനിമയും എല്ലാം ഒത്തിണങ്ങുന്ന, എല്ലാവരും ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു പ്രദേശം എന്നുള്ള പ്രത്യേകത കൂടിയുള്ള സ്ഥലമാണ് മങ്കട. ആ മങ്കടയിൽ നമുക്കൊരു എല്ലാവരും ചേർന്ന് കഷ്ടപ്പെട്ട് നമുക്കൊരു ഓഫീസ് ഉണ്ടാക്കിയിരിക്കുന്നു. അതിന് നേതൃത്വം കൊടുത്ത എല്ലാ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെയും ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ എല്ലാവരുടെയും, എൻ്റെയും നിങ്ങളുടെയും ഒന്നാമത്തെ കാര്യം നമ്മുടെ സംഘടനയായിരിക്കും. നമ്മുടെ സ്വന്തം മാതാവിനെ പോലെ നമ്മൾ നമ്മുടെ സംഘടനയെ സ്നേഹിക്കണം. ആ സംഘടനയാണ് നമ്മളെ വഴി നടത്തുന്നത്, വഴിയിൽ നമുക്ക് വെളിച്ചമുണ്ടാകുന്നത്. ആ സംഘടന ഈ രീതിയിൽ കെട്ടിപ്പടുക്കാൻ വേണ്ടി ജീവത്യാഗം ചെയ്ത എത്രയോ വലിയ മനുഷ്യരുണ്ട്, എത്രയോ വലിയ നേതാക്കന്മാരുടെ പാരമ്പര്യമുള്ള പ്രസ്ഥാനമാണ് നമ്മുടെ പ്രസ്ഥാനം. സ്വാതന്ത്ര്യ സമരത്തിന്റെ തീച്ചൂളയിൽ നാട് മുഴുവൻ കത്തിയെരിയുന്ന സമയത്ത് സ്വന്തം ജീവൻ അതിൽ ഹോമിച്ച നിരവധി നേതാക്കന്മാരുടെ സംഘടനയാണ്. നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തരാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്ത ധീരന്മാരായ ദേശാഭിമാനികളുടെ സംഘടനയാണ്. ലോകത്തൊരിടത്തും ഇത്രയും പാരമ്പര്യമുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. ആ മൂവർണ്ണ പതാകയ്ക്ക് കീഴിൽ, നമ്മുടെ പ്രസ്ഥാനത്തിന്റെ മൂവർണ്ണ പതാകയ്ക്ക് കീഴിലാണ് നമ്മൾ നിൽക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ അഭിമാനം. സംഘടനയോട് നീതി പുലർത്തുക, സംഘടനയോട് നീതി പുലർത്തിക്കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. കാരണം സംഘടന നമ്മളോട് പറയുന്നത് ജനങ്ങളോട് നീതി പുലർത്തണം എന്നാണ്. ഒരു ജനതയെ, ഒരു നേരം പോലും ഭക്ഷണം കഴിക്കാനില്ലാതിരുന്ന ഒരു ജനതയെ ഇന്ന് ലോകത്തിന്റെ നെറുകയിലെത്തിക്കാൻ വേണ്ടി ശ്രമിച്ച പ്രസ്ഥാനമാണ് നമ്മുടെ രാജ്യത്ത് നമ്മൾ കാത്തുസൂക്ഷിച്ച മതേതരത്വത്തിന്റെ, ജനാധിപത്യത്തിന്റെ, സോഷ്യലിസത്തിന്റെ സങ്കല്പങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നവരാണ് നമ്മൾ. നമ്മുടെ സ്വാതന്ത്ര്യ സമരം സാമൂഹ്യ നീതിക്ക് വേണ്ടി കൂടി നടത്തിയ സമരമായിരുന്നു. അങ്ങനെ ഉണ്ടാക്കിയ ഒരു നാടിനെ തകർക്കാൻ ആര് ശ്രമിച്ചാലും അതിനെ മുന്നിൽ നിന്ന് ചോദ്യം ചെയ്യേണ്ട പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തന്നെയാകണം എന്നാണ് എൻ്റെ വിനയപൂർവമായ അഭ്യർത്ഥന. നമുക്ക് നമ്മുടെ ജനാധിപത്യ സ്വാതന്ത്ര്യത്തെ നമുക്ക് നിലനിർത്തണം. നമ്മുടെ മതേതരത്വ മൂല്യങ്ങളെ നമ്മൾ ഉയർത്തിപ്പിടിക്കണം. എനിക്ക് അഭിമാനമുണ്ട്, ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ എന്താണ് പറഞ്ഞത്? ഒരു തെരഞ്ഞെടുപ്പിലും കേരള രാഷ്ട്രീയത്തിന്റെ ചരിത്രത്തിൽ ഒരു തെരഞ്ഞെടുപ്പിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും സ്വീകരിക്കാത്ത, ഈ രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ സ്വീകരിക്കാത്ത ഒരു നിലപാടെടുത്തു. വർഗീയത പറയരുത്. വർഗീയത പറഞ്ഞാൽ ഞങ്ങൾക്ക് നിങ്ങളുടെ വോട്ട് വേണ്ട, ഇത് മതേതര കേരളമാണ് എന്ന് ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നമ്മുടെ കേരളം നമ്മുടെ രാജ്യത്തോട് ഉറക്കെ വിളിച്ചു പറയും എന്ന് പറയാൻ തന്റെ ഇടം കാട്ടിയ പ്രസ്ഥാനമാണ് നമ്മുടെ കോൺഗ്രസും നമ്മുടെ UDF-ഉം കേരളത്തിൽ. ഈ നാട്ടിലെ ജനങ്ങളെ ജാതിയുടെ പേരിൽ, മതത്തിന്റെ പേരിൽ ഭിന്നിപ്പിച്ച് അവരെ തമ്മിലടിപ്പിക്കാൻ ശ്രമിക്കുന്ന ശക്തികൾക്കെതിരായ ജനങ്ങളുടെ താക്കീത് കൂടിയാണ് UDF നേടിയ ഉജ്ജ്വലമായ വിജയം എന്ന് നിങ്ങൾക്കറിയാം. ഒരുപാട് പേര് പ്രവചനങ്ങൾ നടത്തി, കൂടുതൽ പ്രവചനങ്ങൾ നമ്മൾ തോറ്റുപോകുന്നതായി. പക്ഷെ ജനങ്ങളുടെ മനസ്സറിയാൻ അവർക്ക് ആർക്കും കഴിഞ്ഞില്ല. ജനങ്ങൾ ആഗ്രഹിച്ചത് 10 വർഷത്തെ ദുർഭരണത്തിന് അവസാനം കുറിക്കണം എന്ന് മാത്രമല്ല, കേരളത്തിലൊരു മാറ്റം ഉണ്ടാകണമെന്ന് കൂടി ജനങ്ങൾ ആഗ്രഹിച്ചു. കേരളത്തിലൊരു മാറ്റം ഉണ്ടാകണം. പരമ്പരാഗതമായ രീതിയിലൂടെ പോയാൽ കേരളം തകർന്നു പോകുമെന്ന് അറിയാനുള്ള സാമാന്യ ബുദ്ധി കേരളത്തിലെ ജനങ്ങൾക്കുണ്ടായിരുന്നു. UDF അധികാരത്തിൽ വന്നാൽ കേരളത്തിലെ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ അവരുടെ മനസ്സിലുണ്ടായി. നമ്മൾ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ജനങ്ങളുടെ ഉയർന്ന പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ നമുക്ക് കഴിയണം.
നമ്മൾ ഉയരുക തന്നെ ചെയ്യും. എനിക്ക് നിങ്ങളോട് നൽകാനുള്ള വാക്കതാണ്. ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരുന്ന ഒരു ഭരണം കേരളത്തിൽ ഉണ്ടാകും. ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. ഈ കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും സംരക്ഷിക്കുന്ന, അവരെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന ഒരു ഭരണം ഉണ്ടാകും. ഇവിടെ കേരളത്തിന് മാറ്റമുണ്ടാകും. നമ്മുടെ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസ അവസരങ്ങൾ ഉണ്ടാകും, തൊഴിലവസരങ്ങൾ ഉണ്ടാകും, കേരളത്തിൽ നിക്ഷേപങ്ങൾ ഉണ്ടാകും, കേരളത്തിൽ ഒരുപാട് മാറ്റമുണ്ടാകും. 3 മാസം നമ്മൾ പൂർത്തിയായിട്ടില്ല. 3 മാസത്തിനകം സുപ്രധാനമായ പല തീരുമാനങ്ങളും നമ്മൾ എടുത്തിട്ടുണ്ട്. അതിന്റെ ഗുണഫലങ്ങൾ 6 മാസം കഴിയുമ്പോൾ തൊട്ട് ഈ കേരളത്തിലുണ്ടാകും.